ഹലോ നമസ്കാരം. ആർടി മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പതിപോലെ LPST റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ലിസ്റ്റ് മെയ് 30 അവസാനിച്ചു. പുതിയ ലിസ്റ്റ് മെയ് 31 വന്നു. അതിനുശേഷവും പല ജില്ലകളിലും അഡ്വൈസുകൾ പോകുന്നുണ്ട്. അത് ഞാൻ മുൻ വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും അവസാനം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് കുറച്ച് ജില്ലകളാണ്. അതായത് പത്തനംതിട്ട 6-ാം തീയതി ജൂൺ 6-ന് ഒരു വേക്കൻസിയിലേക്കുള്ള അഡ്വൈസ് പോയിട്ടുണ്ട്. കൊല്ലത്ത് 10-ാം തീയതി ജൂൺ 10-ന് 20 വേക്കൻസിയുള്ള അഡ്വൈസ് പോയിട്ടുണ്ട്. കാസർഗോഡ് ജൂൺ 4-ന് 10 വേക്കൻസി. കണ്ണൂർ 3-ാം തീയതി ജൂൺ 3-ന് 2 വേക്കൻസി. ഇത്രയാണ് ജൂൺ മാസത്തിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ലിസ്റ്റ് അവസാനിച്ച ശേഷം പ്രോസസ്സിംഗ് മുന്നേ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് വെച്ചിട്ടുള്ള അഡ്വൈസ് അവസാന നിമിഷം വരെ അവിടെ അഡ്വൈസ് പോയിട്ടുണ്ട് എന്നർത്ഥം. പിന്നെ അതുപോലെ മലപ്പുറവും പാലക്കാടും മെയ് അവസാനം, അതായത് മലപ്പുറത്ത് മെയ് 27-ന് 24 വേക്കൻസിയിലേക്കുള്ള അഡ്വൈസ് പോയിട്ടുണ്ട് 27-ാം തീയതി. പാലക്കാട് 30-ാം തീയതി മെയ് 30-ന് 6 വേക്കൻസിയിലേക്കുള്ള അഡ്വൈസും പോയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള അഡ്വൈസ് മാത്രമേ നമ്മൾ പുതിയ ലിസ്റ്റിൽ നിന്ന് വരികയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. വെബ്സൈറ്റിൽ വരാനുള്ളത് ജില്ലകൾ ഇനിയും ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ മുൻ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊല്ലം ജില്ലയുടെ ഡീറ്റെയിൽസാണ് നിങ്ങളോട് വിശദമായിട്ട് പറഞ്ഞത്. അത് കൊല്ലത്തുള്ള കുറച്ച് പേർക്ക് അത് ചിലരെങ്കിലും എന്നെ വിളിച്ച്, ലിസ്റ്റിലുള്ളവരല്ല പുറത്തുള്ളവർക്കാണെന്നുള്ളതാണ് മറ്റൊരു തമാശ. അവർ വിളിച്ചിട്ട് EWSൻ്റെ കാര്യം, കൊല്ലം EWSൽ കൂടുതൽ പേരുണ്ട്. മെയിൻ ലിസ്റ്റിൽ തന്നെ 100 പേരുണ്ട്. അതുകൊണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് നിയമനം എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം പറഞ്ഞു. എത്താനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. ചിലപ്പോൾ NJD ഒക്കെ വന്നു കഴിഞ്ഞാൽ വരാനിരിക്കാം. സാധാരണഗതിയിൽ വരാണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളൊരു എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. കാരണം മെയിൻ ലിസ്റ്റിലെ എണ്ണം വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയിട്ടുമാണ്. പലരും 1-2 പേര് കൊല്ലത്തുള്ള പലരും എന്നെ വിളിച്ച് അത് അവർക്ക് ഡീമോട്ടിവേറ്റിംഗ് അല്ലേ എന്നുള്ള കാര്യം ചോദിച്ചു. പക്ഷേ ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരെയും അങ്ങനെ സന്തോഷിപ്പിച്ചിട്ടൊരു കാര്യമില്ല. നിയമന നില വരുന്നതിനനുസരിച്ച് വരട്ടെ. കാരണം NJDയുടെ എണ്ണം അറിയില്ല. NJD വരുമ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന റൊട്ടേഷൻ ചാർട്ടൊക്കെ തെറ്റും. കാരണം എല്ലാം മാറും. നോൺ ജോയിനിങ് വരുമ്പോൾ അതിനനുസരിച്ചായിരിക്കും അടുത്ത റൊട്ടേഷൻ അങ്ങോട്ട് പോകുന്നത്. ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോൾ അതിനനുസരിച്ച് അപ്ഡേറ്റ്സ് ആ സമയത്ത് തരാം. ഇപ്പോൾ നമ്മൾ താൽക്കാലികമായി എല്ലാവരും ജോയിൻ ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ EWSൻ്റെ കാര്യം, കൊല്ലം ലിസ്റ്റിൽ EWSൻ്റെ എണ്ണം കുറച്ച് കൂടുതൽ. മെയിൻ ലിസ്റ്റിൽ 100 പേരുണ്ട്. മറ്റ് പല ജില്ലകളിലും അത്രയും വരുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ മലപ്പുറത്ത് 1550 പേരുള്ള ഒരു മെയിൻ ലിസ്റ്റാണുള്ളത്. വലിയ ലിസ്റ്റാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻറ്റ് നടക്കുന്നതും വലിയ ലിസ്റ്റുമാണ് മലപ്പുറം ജില്ലയിലുള്ളത്. അതിൽ പോലും 90 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 1550 പേരിൽ. പക്ഷേ കൊല്ലത്ത് അങ്ങനെയല്ല. 100 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിലും ആനുപാതികമായിട്ടുണ്ട്. അപ്പോൾ മെയിൻ ലിസ്റ്റ് കഴിഞ്ഞ് സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് EWS കിടക്കാനുള്ള സാധ്യത, നല്ല നിയമനം നടന്നാലേ ഉണ്ടാവുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പലർക്കും വിഷമമായും തോന്നുന്നു. സത്യസന്ധമായി പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് മാത്രം പറയുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാലക്കാട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റിലെ എണ്ണവും അതിലെ സാധ്യതകളുമാണ്. പാലക്കാട് ജില്ലയിൽ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ലിസ്റ്റിൽ 665 പേരാണുള്ളത്. മുൻ ലിസ്റ്റിൽ, തൊട്ട് മുന്നത്തെ ലിസ്റ്റിൽ 889 പേരുണ്ടായിരുന്നു. അതായത് 224 പേരുടെ കുറവ് മെയിൻ ലിസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. 224 പേരുടെ കുറവ് ലിസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. 665 പേരാണുള്ളത്. അതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, എണ്ണം നോക്കിക്കഴിഞ്ഞാൽ, കാറ്റഗറി വൈസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ ഒരു 66 പേര് വരുന്നുണ്ട്. ഈഴവ മെയിൻ ലിസ്റ്റിൽ 90 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 75 പേരും. മുസ്ലിം മെയിൻ ലിസ്റ്റിൽ 103 പേരുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 63 പേരുണ്ട്. OBC 33 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 17 പേരുണ്ട്. EWS 24 പേര് മെയിൻ ലിസ്റ്റിലുള്ളൂ. EWSന് സാധ്യതയുള്ള ലിസ്റ്റാണിത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 34 പേര്. SC 12 പേര് മെയിൻ ലിസ്റ്റിൽ, 44 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. വിശ്വകർമ്മ 9 പേര് മെയിൻ ലിസ്റ്റിൽ, 17 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. LC ഓൾ ആംഗ്ലോ ഇന്ത്യൻ മെയിൻ ലിസ്റ്റിൽ 4 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 23 പേരും. ഹിന്ദു നാടാർ 4 പേര് മെയിൻ ലിസ്റ്റിൽ, 4 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. SIC നാടാർ 3 പേര് മെയിൻ ലിസ്റ്റിൽ, 6 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. DA ഡിസേബിൾഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ CP LD or CP കാറ്റഗറിയിൽ ഒരാൾ മെയിൻ ലിസ്റ്റിലും 4 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. ST മെയിൻ ലിസ്റ്റിൽ ആരുമില്ല, പക്ഷേ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 13 പേരുണ്ട്. ധീവര മെയിൻ ലിസ്റ്റിൽ ആരുമില്ല, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 6 പേര്. SCCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ, അത് മെയിൻ ലിസ്റ്റിൽ 0, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 6. ഡിഫറൻ്റ് ഏബിൾഡ് LV മെയിൻ ലിസ്റ്റിൽ 0, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 4 പേര്. അങ്ങനെ 349 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലും 316 പേരും. ഇതാണ് പാലക്കാട് ജില്ലയുടെ കാറ്റഗറി വൈസ് തിരിക്കുമ്പോഴുള്ള എണ്ണം.
നമ്മൾ അറിയാം കഴിഞ്ഞ 2 ലിസ്റ്റുകളുടെ ഏതാണ്ട് ഒരു നില മുൻ വീഡിയോസിൽ പലപ്പോഴുമായി പറഞ്ഞിരുന്നു. അതായത് നമ്മളൊരു നിയമന നില നോക്കുന്നത് ഏതാണ് കഴിഞ്ഞ ലിസ്റ്റ് അതിൻ്റെ മുന്നത്തെ ലിസ്റ്റ്, അതിൻ്റെ മുന്നത്തെ ലിസ്റ്റിൽ കുറഞ്ഞു വന്നതും കഴിഞ്ഞ ലിസ്റ്റിൽ നിയമനം കൂടുതൽ വന്നതുമായുള്ള ജില്ലകളുണ്ട്, നേരെ തിരിച്ചുണ്ട്. നമ്മൾ ഏതാണ്ട് ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ പാലക്കാടിൻ്റെ നിയമന നില നോക്കുമ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 274 പേരാണ് അഡ്വൈസ് ആയത്. ഏതാണ്ട് ആ നില തന്നെ തുടരേണ്ടതാണ് പാലക്കാടിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം കഴിഞ്ഞ തവണ തന്നെ കുറവാണ് വന്നിരിക്കുന്നത്. ആ നിലയെങ്കിലും തുടരുന്നില്ലെങ്കിൽ പാലക്കാടിൻ്റെ സ്ഥിതി കുറച്ച് കഷ്ടമാണ്. ആ നിലയെങ്കിലും തുടരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. കാരണം അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റിൽ 533 അഡ്വൈസ് നടന്ന സ്ഥലമാണ് പാലക്കാട്. അവിടെ നിന്നാണ് കുറഞ്ഞ് കഴിഞ്ഞ ആഴ്ച 274 എത്തിയത്. അത് ഒരുപാട് കാലമുണ്ട്, ഡിവിഷൻ ഫോണിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മറ്റു പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അടുത്ത 3 വർഷം കൊണ്ട് മിനിമം 274 ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ അതിൽ കൂടാനാണ് സാധ്യത എന്ന് തന്നെ കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏത് ലെവൽ വരെ നമ്മൾ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കി അവിടെ ഒരു പെൻഡിങ് ടേൺ വരുന്നുണ്ട്, 7 പെൻഡിങ് ടേൺ വരുന്നുണ്ട്. ST 2 വരുന്നുണ്ട്. അപ്പോൾ ST ആയിരിക്കും ആദ്യം SCക്ക് പകരം കയറുന്നത്. പിന്നെ SIC നാടാറിൻ്റെ വരുന്നുണ്ട്. അങ്ങനെ പെൻഡിങ് ടേണും കൊണ്ട് SCCC ഒക്കെ സപ്ലിമെൻ്റ് ലിസ്റ്റിലാണുള്ളത്. അയാൾ ആദ്യം കയറും, ആദ്യത്തെ ആൾ. പിന്നെ STയുടെ 1 ആയിരിക്കും സപ്ലിയിലുള്ള ആദ്യം കയറുന്നത് SCക്ക് പകരം. പിന്നെ അത് പെൻഡിങ് ടേൺ ആയതുകൊണ്ട് TPO ആയതുകൊണ്ട് ഗ്രാജുവലി അത് മുന്നോട്ട് പോവുകയുള്ളൂ. അതാണ് പാലക്കാട് ലിസ്റ്റിൻ്റെ ഒരു കാര്യം പറയുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 274 അഡ്വൈസ് നടന്നു ഞാൻ പറഞ്ഞു. അത് വെച്ച് ഒരു കാറ്റഗറൈസ് ഞാൻ ഓരോ കാറ്റഗറി 274 തന്നെ വന്നു കഴിഞ്ഞാൽ മിനിമം അതെങ്കിലും വരും എന്നുള്ള കാര്യം നമ്മൾ ഏതാണ്ട് സാധ്യത കാണുന്നുണ്ട്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് റാങ്ക് വരെ നിയമന നില ഉണ്ടാകും എന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ നോക്കുന്നത്. ആദ്യഘട്ടം നോക്കുമ്പോൾ അത് ഓപ്പൺ കോമ്പറ്റീഷൻ 202 വരെ വരാം. ഓപ്പൺ കോമ്പറ്റീഷൻ 202 റാങ്ക് വരെ വരാം. അതുപോലെ ഈഴവ 231 റാങ്ക് വരെ. EWS ആണ്. EWS ഞാൻ നേരത്തെ പറഞ്ഞ പോലെ EWS മെയിൻ ലിസ്റ്റിൽ കുറവായതുകൊണ്ട് തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് 5 വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റ് 5 വരെ. SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 9 വരെയും. ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 6 വരെയും. മുസ്ലിം 209. LC ഓൾ ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 7. OBC 228 റാങ്ക് വരെ. വിശ്വകർമ്മ 328 റാങ്ക് വരെ. SIUC നാടാർ 341 റാങ്ക് വരെ. ഹിന്ദു നാടാർ 334 റാങ്ക് വരെ. SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 3. ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 3. ഇങ്ങനെയാണ് നമ്മൾ ഏതാണ്ട് കണക്കാക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിലെ 274 അഡ്വൈസ് ആണ് പോകുന്നതെങ്കിൽ ഈ ലിസ്റ്റ് വെച്ച് നമ്മൾ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കി നോക്കിയപ്പോൾ കിട്ടിയ ഏതാണ്ട് റാങ്ക് നില ഇതാണ്. ഇതിൽ നിന്ന് മാറ്റം വരാനുള്ള സാധ്യത NJD വരുമ്പോഴാണ്. NJD വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാറ്റം വരാം. കാരണം ഒരു SCയുടെ ഒരാൾ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് താഴെയുള്ള ആൾക്ക്, SCയുടെ താഴെയുള്ള ആൾക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിലുള്ള മറ്റൊരാൾക്ക്, അല്ലെങ്കിൽ STയുടെ ഒരാൾ വന്നില്ലെങ്കിൽ STയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള അടുത്ത ആൾക്ക് സാധ്യത വരും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകും. അങ്ങനെ NJDയിൽ വരുമ്പോഴുള്ള സാധ്യത അത് ഓരോ അഡ്വൈസും അതെല്ലാ ലിസ്റ്റും സ്വാഭാവികമാണ്. NJD വന്ന് പിന്നെ അടുത്ത റൊട്ടേഷൻ ചാർട്ടിൽ വഴിയായിരിക്കും അങ്ങനെ പോവുക. റൊട്ടേഷൻ കണ്ടിന്യൂസ് ആണ് വരിക. ഒറ്റ തവണ പ്രിപ്പയർ ചെയ്തതല്ല, ഓരോ തവണയും ഓരോ അഡ്വൈസിനും വേണ്ടി പ്രിപ്പയർ ചെയ്ത് വരുന്നതായിരിക്കും ഇതിൻ്റെ റൊട്ടേഷൻ വരുന്നത്. ഇതാണ് പാലക്കാടിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. ഇനി മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആളുകളും കഴിഞ്ഞ തവണ 535 പോയില്ലെങ്കിൽ മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആളുകളും അഡ്വൈസ് ആവുന്നൊരവസ്ഥ വരാമല്ലോ. കാരണം 436 അഡ്വൈസ് നടന്നാൽ മതി മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും നിയമനം ലഭിക്കാൻ. അങ്ങനെ വരുവാണെങ്കിൽ ഏത് വരെ വരും എന്നുള്ളതാണ് ഒരു കാറ്റഗറി നോക്കുന്നത്. ഓപ്പൺ കോമ്പറ്റീഷൻ 346 റാങ്ക് വരെയും. ഈഴവ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3. EWS SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 22. ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 9. മുസ്ലിം 349. LC ഓൾ ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 13. OBC 344. വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് 5. SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2. ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2. SCCC ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 5. ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 5. ഇത്രയും റാങ്ക് വരെയും വരാം സാധ്യതകളാണ്. വീണ്ടും NJD വന്നു കഴിഞ്ഞാൽ ഇതിലും മാറ്റം വരാം. ഇത്രയാണ് പാലക്കാടിൻ്റെ ടേണിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും പാലക്കാടിൻ്റെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം. ഇത് സാധ്യതകൾ മാത്രമാണ്. മറ്റ് പല ലിസ്റ്റുകളുടെയും കാറ്റഗറി വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരും ഘട്ടങ്ങളിൽ പറയാം. നിങ്ങൾക്ക് ഇത് ഡാറ്റ ആവശ്യമുള്ള ആൾക്കാർക്ക് എത്തിക്കാൻ ശ്രമിക്കുക. തുടർന്നും ഓരോ അപ്ഡേറ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ ശ്രമിക്കാം. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.